വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് നമുക്ക് ഉഷ്ണക്കാലത്ത് കുടിക്കാൻ പറ്റണ, നമ്മൾ ചൂടത്തൊക്കെ പോയിട്ട് വന്നാൽ കുറച്ച് തണുത്തതൊക്കെ കുടിക്കാൻ തോന്നും അല്ലേ? അപ്പം നമുക്ക് അതിന് പറ്റിയ സിമ്പിളായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2-3 ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ഗ്രേപ്സിൻ്റെയാണ്. ഇത് പച്ച മുന്തിരിങ്ങയാണിത്. ഇത് നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നല്ലോണം വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ക്ലീൻ ചെയ്ത്, നമുക്കൊക്കെ അറിയാം വാങ്ങുന്ന മുന്തിരിങ്ങ നമ്മൾ എപ്പോഴും നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് നല്ലോണം കുറേ പ്രാവശ്യം നമുക്കൊന്ന് നല്ലോണം കഴുകി എടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാൽ തന്നെ നമുക്കത് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം. മുന്തിരി എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മുഴുവൻ എടുക്കണില്ല, ഞാൻ ഒരു ഗ്ലാസ്സാണ് കാണിക്കണുള്ളൂ. ഇതിലേക്ക് ഇത് നല്ല മധുരമുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഒരു 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇപ്പം ഇത്തിരി കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്നത് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സ്പ്രൈറ്റോ അല്ലെങ്കിൽ 7-അപ്പോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ നമുക്ക് ഒരു പകുതി കുറച്ച് ചെറുനാരങ്ങ, അധികം ആവരുത്, ഒരു ഗ്ലാസ്സിലേക്കുള്ളത് പകുതി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനത് മുഴുവനാക്കിയിട്ടില്ല. കുറച്ച് അതും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കതിൽ വേറെ ഒന്നും വേണ്ട. ഒരു കഷ്ണം ചെറുനാരങ്ങ നീര് മാത്രമാണ് നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മിൻറ്റ് ലീഫ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസ് അടിച്ചെടുക്കാം. ഇനി ഞാൻ ക്യാരറ്റാണ് എടുക്കണം. 1 കപ്പ് ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ക്ലീൻ ചെയ്ത് തോലൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തതാണ്. 1 കപ്പ് ക്യാരറ്റ് ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത്ര തന്നെ 1 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. ആദ്യം നല്ലോണം അരച്ചെടുക്കുക. പിന്നീട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ജ്യൂസ് എപ്പോഴും അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മളിതാ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ക്യാരറ്റ് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നല്ലോണം അരിച്ചെടുക്കണം. അതിന് നമ്മൾ ഒരു സ്ട്രെയിനിൽ വെച്ച് അതിൽ കൂടെ അല്ല ഒരു തുണിയും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വേണം ഒഴിക്കാൻ.
നല്ലോണം പിഴിഞ്ഞെടുക്കാം. ക്യാരറ്റിന് നമുക്കതിൻ്റെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു അരിപ്പയിൽ കൂടെ അല്ല, ഒരു തുണിയും കൂടി, നല്ലൊരു കോട്ടൺ തുണിയും കൂടി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. അതിലേതാണ്ട ഇത്രയും നമുക്കിത് കിട്ടും. ഇത് നമുക്ക് മുഖത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കത് ജ്യൂസ് സെർവ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതേപോലെ തന്നെ കുറച്ച് ലെമൺ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. ആ ക്യാരറ്റിൻ്റെ ചിലർക്ക് ആ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമില്ല. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ആ ലെമൺ ഒന്ന് മിക്സ് ചെയ്ത് നല്ല സുഖമായിരിക്കും കേട്ടോ കൊടുക്കാൻ. നല്ല ടേസ്റ്റുമാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എടുക്കാൻ പോകുന്നത് ഒരു ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേപോലെ ഒരു കപ്പ് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണിത്. ഞാൻ ചെറുതാക്കി സ്ലൈസാക്കിയിട്ട് എടുത്തതാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ആദ്യം ഇതേപോലെ കുറച്ച് വെള്ളം, തണുത്ത വെള്ളമാണ്, അത് ചേർത്തിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഇങ്ങനെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ആവശ്യത്തിനുള്ള കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ ക്യാരറ്റ് അരിച്ചെടുത്ത പോലെ തന്നെ ഒരു അരിപ്പേൻ്റെ മീതെ ഒരു കോട്ടൺ തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വേണം നമ്മളിത് അരിച്ചെടുക്കാൻ. അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഈ ചണ്ടിയും നമുക്ക് ഫേഷ്യൽ മുഖത്ത് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. ആദ്യം നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും ചെറുനാരങ്ങ നീര് എന്തായാലും നമ്മൾ ഒഴിക്കണത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, അത് മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കി നോക്കൂ. എളുപ്പമാണ്. നമ്മളിതിൽ ഇതേപോലെ ഒന്നും ചേർക്കണില്ല, വെറും പഞ്ചസാരയും ചെറുനാരങ്ങ നീരും ഒരു കഷ്ണം ഇഞ്ചി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ടൊരു ജ്യൂസാണ്. ഞാൻ 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എന്ത് ജ്യൂസ് അടിക്കുമ്പോൾ ചിലർക്ക് അധികം മധുരം വേണ്ട, അങ്ങനെ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട്
അരച്ചെടുക്കാം. നമുക്കത് ഇതുപോലെ അരിച്ചെടുക്കാം. അതുപോലെ നമുക്ക് ഈ ജ്യൂസിൽ സെർവ് ചെയ്യാം. നമ്മളെ ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ ഐസ് ഇട്ട് കൊടുക്കാം. ഇതിൽ വേറൊന്നും വേണ്ട. ഈ ടൊമാറ്റോ ജ്യൂസിൽ വേറൊന്നും ആവശ്യമില്ല. ഇത് തന്നെ മതി. നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ നമുക്ക് വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. തണുപ്പത്ത് ആ ജ്യൂസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. വെറും നമ്മളെ വീട്ടിൽ പഴുത്ത തക്കാളി ഉണ്ടാവും. ആ പഴുത്ത തക്കാളി എടുക്കുക, പഞ്ചസാര എടുക്കുക, ഇടിക്കുക, ഐസിട്ട് കുടിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 4 ഡ്രിങ്ക്സും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എളുപ്പമല്ലേ? നമുക്കിത് ഇപ്പോൾ ഗ്രേപ്സ് മാത്രമാണ് നമുക്ക് വാങ്ങേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ നമ്മളെ വീട്ടുകളിൽ ഉണ്ടാവുന്നതാണ്. ക്യാരറ്റും ബീറ്റ്റൂട്ടും ടൊമാറ്റോവും ഒക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ഇട്ടിട്ട് നമുക്ക് ജ്യൂസാക്കി കുടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.